റിഫയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ജീവിച്ച് തീരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിച്ച് തീരുന്ന ആ ഒരു പുതുമയിൽ തന്നെയാണ് വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടേ. ആ ഒറ്റ ഒരാൾ വന്നിട്ടാണ് നമ്മളെ ലൈഫ് ഇങ്ങനെ. ഒരു സമയം വന്നപ്പോഴാണ് എല്ലാവരും തിരിഞ്ഞേക്കുന്നത്. തിരിയാനുണ്ടായ ഒരു കാരണം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. തിരിയാനുള്ള കാരണം ഈ പറയുന്ന ചാനലുകാരൻ തിരിപ്പിച്ചതാണ്. ഒരു ചാനലുകാരനാണോ? അവരാണ് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ ആക്കിയെടുത്തത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നല്ല ശരിക്കുള്ള ആൾക്കാർ, അതിലും വ്യത്യാസമുള്ള ആൾക്കാർ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ പറയണത് എന്താന്ന് പറയാ, എന്നെ പറ്റി എന്തൊക്കെയാ പറയണത്, ഞാൻ കൊന്നു വരെ പറഞ്ഞിട്ടില്ല. മേനുവിന് പറ്റിയ അബദ്ധങ്ങൾ പറ്റാൻ കാരണം എന്താണ്? അമിതമായിട്ട് ഒരാൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതിൻ്റെയാണ് ഈ അനുഭവിക്കണം. ഇപ്പൊ ഞാനും എക്സ് ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർക്കണമായിരുന്നു. അത് മൂന്നാമത് ഫാമിലി അറിയരുതായിരുന്നു. നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായി. അതെന്തായിരുന്നു സംഭവം? സഫയ്ക്ക് അറിയാവുന്ന മെഹ്നു എന്താണ്? എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന തന്നെയാണ് ഞാനിപ്പം. എന്താ പറയുക, പറയുന്നവർ പറയാൻ മനസ്സിലായി എന്ത് എല്ലാവരും വേറെന്തോ നാട്ടത്തിന് പറയണം, അവരെ മനസ്സിൽ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് പറയുകയാണെന്ന് മനസ്സിലായി. പക്ഷെ എന്താ പറയുക, എല്ലാം പഠിച്ചോൻ കൊടുക്കട്ടെ, കർമ്മ എന്ന് പറഞ്ഞ സാധനം എന്തായാലും തിരിച്ചടിക്കാനുള്ള. ആ മൂന്നാമത്തെ അതിഥിയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? നമ്മള് മൂന്നുപേരും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. മൂന്നാമത്തെ അതിഥിയുടെ പേരൊന്നും പറഞ്ഞേ. ഇവാൻ മെഹ്നു. വേറൊരു പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ തെറിച്ച് നടക്കുന്ന ടൈപ്പായിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ നല്ല ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുള്ളിച്ചാടി ഞാൻ ഇങ്ങനെ ഒരു തെറിച്ച് ഒരു ടൈപ്പായിരുന്നു, എല്ലാത്തിലും പോയി വലിഞ്ഞു കയറുന്ന ഒരു ടൈപ്പ്. അപ്പൊ അന്നൊരു മെസ്സേജ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര എന്താ പറയാ, ഫുൾ ഓൺ ആയിട്ട് അങ്ങനെ വേഗം ദേഷ്യവും വരും. വേഗം ഇപ്പൊ എവിടെങ്കിലും പുറത്ത് പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ ഇത് പോയി ഓക്കെ ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ പച്ചക്ക് പറയേണ്ടത് പറയും. തെറിയാണെങ്കിലും ഓളെ വേദനിപ്പിച്ച ഓള് വെറുതെ വിടില്ല. ആരാണെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഉണ്ടാക്കിയ പ്രശ്നം ഇപ്പൊ അടുത്തൊരു സീരിയസ് നടന്നില്ല, അത് പറഞ്ഞ പിന്നെ വലിയ പ്രശ്നം അത് അവര് പറഞ്ഞ സീനാവും. പേരൊന്നും പറയണ്ട. അതായത് നമ്മള് എന്താ പറയാ, ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിപ്പം പുതിയ ഫ്ലാറ്റ് എടുത്ത് ആ ഫ്ലാറ്റിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ മെല്ലെ മെല്ലെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത് ഒന്നിച്ചെടുക്കാനുള്ള ഫണ്ടും കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. അപ്പൊ EMI-ലും കാര്യമെല്ലാം ഓരോന്ന് എടുത്ത് ഇങ്ങനെ വരുന്നു. ആ സമയത്ത് എന്താ പറയാ, നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുണ്ടായ വാഷിംഗ് മെഷീൻ, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് പോയി. അങ്ങനെ നമ്മള് ഏറ്റവും അർജന്റുള്ളതാണ്. ഇവള് ആണെങ്കിൽ ഇടക്ക് ഇവളെ വീട്ടിൽ പോകും, പിന്നെ ഇവളെ കൊണ്ട് അലക്കൊന്നും കയ്യിലല്ലോ, റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അപ്പൊ ഞാൻ തന്നെ എന്താ പറയാ, ഡ്രൈവിംഗ് കഴിഞ്ഞ് വന്നാലും കുത്തിയിരുന്ന അലക്കും. ഒന്നാമത് വണ്ടിയിലിരുന്ന് നടു നല്ല വേദന, പോയിട്ട് ഞാൻ അലക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാഷിംഗ് മെഷീൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ റോളാക്കിയിട്ട് ഫണ്ടാക്കിയിട്ട് പോയിട്ട് രണ്ടും കൽപ്പിച്ച് ബുക്ക് ചെയ്ത് ഒറ്റ കടയിൽ കയറി ആ കടയിൽ നിന്ന് തന്നെ സാധനം കൺഫേം ആക്കി EMI പാസ്സായി എടുത്തിട്ട് അവര് പറഞ്ഞ് ആ സമയത്ത് നമ്മളോട് പറഞ്ഞ് നാളെ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞു. ഡെലിവറി പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത്, ഞാൻ എന്താ പറയാ, ഇവളില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫ്ലാറ്റിൽ പണിക്ക് പോവാണ്ട് വെയിറ്റ് ചെയ്തതിന് അന്നില്ല. പിറ്റേ ദിവസം ഞാൻ അവരെ വിളിച്ചു ഞാൻ അപ്പൊ അവര് വിളിക്കുന്ന സമയത്ത് കമ്പനി, അതായത് കസ്റ്റമർ കെയറിലാണ് കോൾ വന്ന്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ വീട് എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്ത്. രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇല്ല. പിന്നെ ഞാൻ മൂന്നാം ദിവസം പണിക്ക് പോയി. പിന്നെ കുറെ ദിവസമായിട്ട് വിവരമില്ല. ഞാൻ ഡെയിലി നിരന്തരമായിട്ട് 6 ദിവസം കഴിഞ്ഞു. സർവീസിന്നൊക്കെ നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, സർവീസുകാർ വിളിക്കുന്നുണ്ട്, സാധനം വന്നാ നമ്മള് വരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ സാധനം വന്നിട്ടില്ല അറിയുമ്പോ അവരൊന്ന് ഇത്രയും ഡിലേ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്ത്. അപ്പൊ അവര് പറഞ്ഞ് നമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ദേഷ്യം വന്ന് 6ാമത്തെ ദിവസം നമ്മള് എന്റെ പിന്നെയും ജോബ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു കടയിലേക്ക്. അവിടുന്ന് ഇവര് ഫുള്ളായിട്ട് നമ്മളോട് ഭയങ്കര മോശമായിട്ട് സംസാരം, ഭയങ്കര മോശമായിട്ടുള്ള സംസാരിച്ച് ഭയങ്കര പ്രശ്നമായി. ഫുള്ള് ആ സ്റ്റാഫ് മൊത്തം വന്ന് നമ്മളോട് ഭയങ്കര അവര് പറഞ്ഞത് മെയിൻ തിങ്
കൊച്ചു കരഞ്ഞപ്പോ ഫീഡ് ചെയ്യാൻ റൂം വന്ന് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ നോർമലി ഡിലേ വരും. നമ്മൾ ഇരിക്കാൻ പറയും, മണിക്കൂർ എത്രയോ മണിക്കൂർ നമ്മൾ വാശിശം പെട്ടെന്ന് നോക്കി അവരോട് പറഞ്ഞു. പക്ഷെ കുറെ ആൾക്കാർ EMI ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന്. അപ്പൊ കുട്ടി കരഞ്ഞ്, അപ്പൊ പാൽ കൊടുക്കണ്ടേ, അപ്പൊ നമ്മളൊരു ഫീഡിങ് ഇത് റൂം ചോദിച്ചു. അപ്പോൾ അവർ ഫസ്റ്റ് ഒരു റൂം അവിടെ നിന്ന് ഒരു ചേച്ചി കാണിച്ചെന്ന് അവിടെ പോയിട്ട് ഫീഡ് ചെയ്ത് വന്ന്. പിന്നെ വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഫീഡ് ചെയ്യണമെങ്കിൽ മുകളിലുണ്ട് റൂം, നിങ്ങൾ മുകളിൽ പോയിക്കോന്ന് പറഞ്ഞ്. എന്നിട്ട് നമ്മൾ മുകളിൽ പോയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചേച്ചി കുറെ ചായയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് ചേച്ചി ഒരു ചായ കിട്ടാൻ ചാൻസ് ഉണ്ട് വെച്ചു. ചേച്ചി പറഞ്ഞു അയ്യോ ചായ ബ്ലാക്ക് ടീ മതി വെച്ചു. ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പമില്ല വേണ്ടെന്ന് പറഞ്ഞു, ബ്ലാക്ക് ടീ കുടിക്കില്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഫീഡ് ചെയ്തുകൊണ്ട് റൂമിൽ ഒരു റൂം നമുക്ക് തന്ന് കുറെ സമയം ആ റൂമിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിട്ടാകുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചേച്ചി വന്നിട്ട് പറഞ്ഞു ചായ ഞാൻ ഇപ്പൊ തരാട്ടോ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് വന്ന് ഞമ്മ അങ്ങോട്ട് നോ പ്രോബ്ലം എന്ന് പറഞ്ഞല്ലേ. പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വന്നിട്ട് ചായ കൊണ്ടുതരാം ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചേച്ചി ചായയും കൊണ്ട് വന്ന് ചായയും കുടിച്ച് നമ്മള് താഴെ പോയി. ഇത് മെയിൻ അന്ന് പ്രശ്നം ഉണ്ടായപ്പോ ഇവരെടുത്ത് പറഞ്ഞത് നിങ്ങക്ക് AC റൂം തന്നില്ലേ, അതല്ല ചായ തന്നില്ലേ. നമ്മൾ ഈ സംഭവം എല്ലാം കഴിഞ്ഞ് അത് ഈ നമ്മള് ഡെലിവറി ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ സംഭവമൊക്കെ ചായ മണിക്കും കുടിക്കുന്നൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ 6ാമത്തെ ദിവസം വരുമ്പോ ഇവര് എടുത്തു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചായ വേണം, ഫീഡിങ് റൂം വേണം, അത് വേണം, ഇത് വേണം, നിങ്ങൾ എന്താ പറയുക റീച്ചിന് വേണ്ടിട്ട് വന്ന അത്രയും ദേഷ്യം വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ടാ പോയത്. കാരണം 6 ദിവസം നമ്മള് ഡിലേ ഭയങ്കര. ഇപ്പൊ നമ്മള് ഒരു മീഷോയിൽ ബുക്ക് ചെയ്താലും നമ്മൾ ആ ഡേറ്റ് പറഞ്ഞ ഡേറ്റ് കഴിയുമ്പോ നമുക്കൊരു ഇതുണ്ടാവില്ലേ എന്താ ഡിലേ. ഇത് അതുപോലല്ല, ഇത് വലിയൊരു സ്ഥാപനം വലിയ. എന്നിട്ട് ഞമ്മ എന്ത് ചെയ്ത് പിന്നെ അവിടെ പോയിട്ട് ചോദിച്ചു എന്താ ഇത്ര ഡിലേ ആയിന്ന്. അപ്പൊ അവിടുത്തെ മാനേജറും അവിടുത്തെ സ്റ്റാഫും മൊത്തം വന്നിട്ട് ഭയങ്കര മോശം സംസാരിച്ച് അങ്ങനെ യോളെ എടുത്തനെന്തോ തെറി പറഞ്ഞു. അപ്പൊ യോളും പച്ചക്ക് അങ്ങോട്ട് ചീത്ത പറഞ്ഞു. ഫുള്ള് അടുത്ത എല്ലാവരും എന്താ പറയാ സ്റ്റക്കായി പോയി. അപ്പൊ ഇവിടെ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് ആരും ഒന്നും പർച്ചേസ് ചെയ്യേണ്ട, ഒന്നും കിട്ടൂല, പൈസ പോയുള്ളൂ. അങ്ങനെ ആളെ ഫുള്ള് ഇതായിട്ട് പിന്നെ ഒരു പിറ്റേ ദിവസം സാധനം ഡെലിവറി ആക്കി. കസ്റ്റമേഴ്സും എല്ലാം കുറെ ആളുണ്ടായിരുന്നു. പക്ഷെ അവര് ഭയങ്കര മോശമായിട്ടുള്ളവരെ ഇത്. എന്നിട്ട് നമ്മളെ അവര് 6 ദിവസം ഡിലേ ആക്കിയും പോരായിട്ട് അവര് പറഞ്ഞു 3 ദിവസത്തില് സാധനം എത്തും, 3 ദിവസത്തില് സാധനം എത്തും. 3 ദിവസം കഴിഞ്ഞ് അതൊന്നും നമ്മ പറയണ അവര് കേക്കല്ല. അവര് വേറെന്തല്ലോ പറയുന്നത്. നമ്മളറിയാം വ്ളോഗേഴ്സ് ആണ്, അതൊക്കെ അവർക്ക് അറിയാം. അറിഞ്ഞോണ്ട് ഇവര് പറയും നിങ്ങൾ റീച്ചിന് വേണ്ടിട്ട് ഇപ്പൊ സീനാക്കുമ്പോ നമ്മൾ ഈ 6 ദിവസം ഡിലേ ആക്കിയതുകൊണ്ടല്ലേ പോയത്. ഡിലേ ആക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തെങ്കിൽ നമ്മ പോവോ. എന്നിട്ട് ആടുന്ന് ഇവിടെ നല്ല വിഷമമായി, ഭയങ്കര പ്രശ്നമായി. സാധനം കിട്ടിയപ്പോ സാധനം അതിന്റെ പിറ്റേ ദിവസം തന്നെ സാധനം കിട്ടി. കിട്ടിയല്ലേ പറയേണ്ടത് പറഞ്ഞേ ചെയ്ത് സാധനം കിട്ടി. ബ്രോ അധികം കുറച്ച് ഇൻട്രോവേർട്ട് ആണോ, സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ, ഇങ്ങനെ അല്ലല്ല ഞാനാണ് കൂടുതൽ സംസാരിക്കുന്ന ആള്. പക്ഷെ ഇവളൊക്കെ കൂടിയിട്ട് ഞാൻ കുറഞ്ഞു. ഇവളാണ് ഏറ്റവും കൂടുതൽ സൈലന്റ്. സഫയ്ക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇതിനെ എല്ലാത്തിനും സഫയാണ് കൂടെ നിൽക്കുന്നത് അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. സഫ കൂടെ ഇതിനെ നമ്മള് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് ഓളെ കൊന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഞാനും കൂടി ചേർന്ന കൊന്നത്. എനിക്ക് മറുപടി പറയാണ്ട് കൊറേ ഉണ്ടല്ലോ. ഞാന് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ മരിച്ചതിന് ശേഷം ടിവിയിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിയണത് മരിച്ചതിനെ പറ്റിയൊക്കെ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് അറിയണത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരോടും കൂടി ചോദിക്കാം. ഈ പറയുന്ന വിവാദങ്ങൾക്കൊക്കെ ഇപ്പൊ നിങ്ങൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ആ ടൈമിലാണെങ്കിലും ഇപ്പൊ റിഫ എന്ന് പറഞ്ഞ കുട്ടിയുടേതായിട്ടുള്ള വോയിസുകൾ, പിന്നെ കുറെ കാര്യങ്ങൾ അന്ന് കുറെ തുറന്നു പറച്ചിലുകൾ, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര വിവാദമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് പക്ഷെ അന്നത്തെ വോയിസ് ഗൾഫിൽ നല്ല പറയുന്ന ആൾക്കാരില്ലേ, അതാ അന്നത്തെ വോയിസ് ഒന്നും അല്ല. അത് മൂന്നാറിൽ നടക്കുന്ന സംഭവമുള്ള വോയിസാണ്. അതാ ഞാൻ പറഞ്ഞ മൂന്നാറിൽ നമ്മള് ഒരു സംഭവം കണ്ടേ പിന്നെ ഒരു സംസാരം ഉണ്ടായില്ലേ, ആ സമയത്ത് ആരോ ഇവള് വരെ അറിയാണ്ട് റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾ തമ്മിലുള്ള അതായത് നമ്മള് ഈ സംഭവം ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുമല്ല എന്താ ഈ സംഭവം ചോദിക്കുമ്പോ എന്താ പറയാ നമ്മള് സംസാരം ഉണ്ടാകുന്ന സമയത്ത് എന്റെ പെങ്ങളും അളിയനൊത്തിട്ട് എന്നെ മാറ്റി അവളെ എന്റെ അളിയന് പോയിട്ട് അവളോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഇവനെ മുന്നിൽ നിർത്തിയിട്ട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി മുന്നേ വന്നതാണ്. അപ്പൊ അവന് ഇങ്ങനെ പറയുന്നു. അപ്പൊ അവളും പറയുന്നു ജസ്റ്റ് എന്തോ എന്താ പറയാ അന്നേരം ഗൾഫിൽ എന്തോ ദുബൈയിലോ കൊണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ക്രഷ് ഇതായതാണ്. അപ്പൊ ദുബായിൽ കൊണ്ടുവരാന്ന് പറഞ്ഞതിന് ഓന സംഭവം ഇവരെ പ്ലാനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ അടുത്തേക്ക് ദുബൈയിൽ നമ്മ കൊണ്ടുപോകാൻ നിന്നിട്ട് അപ്പൊ എല്ലാം
ഇതായില്ലേ അല്ല പിന്നെ മനസ്സിലായ അല്ല ബ്രദർ, ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഇതിനൊക്കെ വ്യക്തമായ തെളിവുണ്ടോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക്? എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ? കാരണം നമ്മള് ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ പറയുമ്പോ നമ്മളിതെല്ലാം കേൾക്കുകയാണ്. അപ്പൊ ഇതിനൊരു മറുവശം ഉണ്ടെന്ന് പറഞ്ഞ ആള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാത്തിനുള്ള പ്രൂവ് ഉണ്ടായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിത് എല്ലാ ഇതും കാണിച്ചു കഴിഞ്ഞാല് എന്തായാലും ആ കവറിൽ ആരായാലും ഒരു മോശമായിട്ട് ജസ്റ്റ് ചിത്രീകരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഒന്നും പറയാണ്ട് നിൽക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഏതൊരാൾ കേൾക്കുമ്പോഴും എന്താ പറയുക, ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ വരും. കാരണം ഓള് എപ്പോഴും ഹാപ്പിയാണ്. വേറെ പറഞ്ഞ് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കല്ല, ഇതാക്കല്ല. നമ്മൾ ഡെയിലി അതായത് നമുക്കിപ്പോൾ ഒരു കോളാബ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ചെയ്യാന്ന് വെച്ചാൽ 10-20,000 കിട്ടും. യൂട്യൂബിൽ ഏകദേശം 10-30,000 വരും. പിന്നെ ഓരോ ആൽബം വർക്ക് ഉണ്ട്, ഇടക്കിടക്ക് ആൽബം വർക്ക് ഷൂട്ട് ചെയ്യും. അതിന് ഒരു ഫണ്ട് ഇപ്പം തൻസി യൂത്തുമാണെങ്കിൽ ഓന് നമ്മൾ ചെയ്ത വർക്കിന് നമുക്ക് പൈസ തരില്ല. നമുക്ക് അറിഞ്ഞ് എന്നാ ഡ്രസ്സെല്ലാം വാങ്ങിച്ചോന്ന് പറഞ്ഞിട്ട് കൂടുതൽ പേയ്മെന്റ് വെറുതെ തരും. അത് നമ്മൾ മനസ്സിലായ ഒരു ഇതാക്കാറ്. ഞാൻ ഡ്രസ്സൊന്നും മേടിക്കില്ല. ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും മേടിക്കില്ല. അപ്പൊ തൻസി എന്താക്കും, ഓളിൽ കുറച്ച് ഫണ്ട് കൊടുത്ത് വരും, ഓനക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അങ്ങനെ അത്രക്കും നമ്മൾ എന്ത് ചെയ്യും, ഫണ്ട് കിട്ടി എല്ലാം ഞാൻ എത്ര കിട്ടിയാണെങ്കിലും ഓക്ക് പറയുന്ന എല്ലാ ആഗ്രഹവും മേടിച്ചു കൊടുക്കും, പിടിക്കും ഒക്കെ. അങ്ങനെയാണ് കാലിയാകുന്നത്. മനസ്സിലായി? എത്ര കിട്ടിയപ്പോൾ 1 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം ഓളെ ഫാമിലിക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കലും പിടിക്കലും അങ്ങനെയൊക്കെ ആയി. പിന്നെ ഫുഡ് നല്ല നല്ല ഫുഡും പിന്നെ അതേപോലെ നമുക്ക് അധികം പ്രൊമോഷൻ കിട്ടും ഹോട്ടലിലല്ലേ. ഇത്രയും സംഭവം തെളിവോടെ തിന്നല്ലേ ഉള്ളത്. എന്നിട്ട് പറയുന്നത് തിന്നാൻ മേടിച്ചു കൊടുക്കില്ല എന്തൊക്കെയോ പറഞ്ഞിപ്പോ. പിന്നെ ഈ ആ കുട്ടി വളർന്നു വരികയാണ്, ആ കുട്ടിക്ക് ഒരു തിരിച്ചറിവ് വരുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിക്കും? പിന്നെ എത്ര വർഷം കഴിഞ്ഞാൽ എല്ലാരും ഞാൻ എപ്പോഴും പറയുന്നത് അവൻ ഒരിക്കലും തിരിച്ചറിഞ്ഞ് മൈൻഡ് അവന് വലുതാവുമ്പോ അറിയുള്ളൂ ഇന്നൊരു വാപ്പ ജീവിച്ചിരിക്കണം അവൻ അറിയും. അന്ന് അവൻ തിരിച്ചറിവ് ഉണ്ടാവുമ്പോ എന്തായാലും തിരിച്ചു. എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഇവനക്ക് വാങ്ങിക്കുന്നതാണെങ്കിലും ഓന്റെ ഇപ്പോഴും ഞങ്ങളുടെ ഒരുമിച്ച് ഫാമിലി പിക്ക് ആക്കാറുണ്ട്, റീൽസ് ഒക്കെ. അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അത് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയല്ലേ നമ്മള് നല്ല സന്തോഷം അത് കാണുമ്പോ. എന്റെ മോനെ ഒന്നിച്ചാക്കിയിട്ട് ഫോട്ടോ ഞങ്ങള് 4 ആളാക്കിയിട്ട് ഞങ്ങള് 3 ഫസ്റ്റ് ഇവൻ ജനിക്കുന്നതിന് 3 ആളാക്കിയിട്ട് ചില കുട്ടികൾ ചെറിയ ഈ ക്രാഫ്റ്റിന്റെ പെൺകുട്ടികളൊക്കെ ഇത് ചെയ്തിട്ട് ഇടും. അപ്പം അവരെ ഫാമിലിയിട്ട് എന്തിനോ നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് പേടിപ്പിക്കലോ. അവരെല്ലാം കമന്റ് ഇടുന്ന നല്ല സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്ന ആളെല്ലാം പോയി പേടിപ്പിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് വരും. നമ്മള് ചെയ്ത പേജിൽ തന്നെ നമ്മള് ചെയ്തതിനപ്പോ അവൻ അവരുടെ 3 ആളുടെയും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേറെ പേജിൽ ചോദിച്ചിട്ട് ചെയ്തു. അതായത് നമ്മള് ചെയ്ത കണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെയും വേണമെന്ന് പറഞ്ഞിട്ട് അവരുടെ 3 ആളുടെയും കൂടി. എന്റെ മോനല്ല എന്നുള്ള രീതിയിൽ വേറെ ആരോ മോനെന്നുള്ള രീതിയിൽ ഇപ്പൊ ഫസ്റ്റ് സത്യം എന്നോടും ഇതേപോലെ എന്റെ മരുമോനല്ല എന്റെ മോനാണെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പൊ അത് വേറെ ആളെ അങ്ങനെ പറയുന്നു. ഇവരൊക്കെ ഒരു സമയം വന്നപ്പോഴാണ് എല്ലാവരും തിരിഞ്ഞേക്കുന്നത്. ഈ തിരിയാനുണ്ടായ ഒരു കാരണം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല. തിരിയാനുള്ള കാരണം ഒരു എനക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചാനലുകാരൻ തിരിപ്പിച്ചതാണ്. ഒരു ചാനലുകാരനാണോ? അവരാണ് സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ ആക്കിയെടുത്തത്. എനിക്ക് ഉറപ്പുണ്ട് ആ കാര്യം. കാരണം എന്താ പറയാ, എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ് വന്നിട്ടും ഇന്റർവ്യൂ ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞതാണ്. അതായത് ഞാൻ ആകെ ഇതായിട്ട് നിൽക്കാന്ന്. അപ്പം എൻ്റെ ഫാമിലി പറഞ്ഞു ഒന്നും നിൽക്കണ്ടേനി. അന്നേരം ഞാൻ ഫോൺ വരെ ഉപേക്ഷിച്ചാണ്. എന്നിട്ട് എന്താ പറയാ, ഫുള്ള് കുറേ ആൾക്കാർ ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോ ചോദിക്കല്, ഓരോ ചാനലുകാരും മീഡിയക്കാരും എല്ലാ ചാനലുണ്ട്, ഏഷ്യാനെറ്റും അങ്ങനെ വലിയ വലിയ ചാനൽ കുറേ വന്നിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു. അപ്പം എൻ്റെ കസിൻസൊക്കെ ഇല്ല, ഇന്റർവ്യൂ താല്പര്യമില്ല പറഞ്ഞു. അങ്ങനെ എന്നെ എങ്ങനെയും ഇന്റർവ്യൂക്ക് ആർക്കും കിട്ടുന്നില്ല, ആർക്കും എന്നെ കോണ്ടാക്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്നെ എങ്ങനെയും കിട്ടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് എൻ്റെ അത്രക്കും അടുത്ത ആളാണ് തൻസി, നമ്മളൊരു ഏട്ടനെ പോലെയാണ് തൻസി. അപ്പം ഇവനെന്ത് ചെയ്ത് അങ്ങനെ തൻസീനെ മൈൻഡ് ഇതാക്കി, നമുക്ക് മാനുവിൻ്റെ ഇത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് തൻസീനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് തൻസി പറഞ്ഞിടാ എനിക്കറിയുന്ന ഒരു ചങ്ങായിയാന്ന്, നീ ധൈര്യത്ത് കൊടുത്തോ പേടിക്കണ്ടല്ലോ, അവൻ ശരിയാക്കി തരും, അങ്ങനെ ഇങ്ങനെ ടെൻഷനൊന്നും ആകണ്ട, പിന്നെ ഓളെ ഫാമിലി ഇല്ലാത്ത പറയുന്നൊക്കെ ഇതാക്കാന്ന്. അപ്പോഴത്തേക്ക് ഇവരായി ഓമർ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനല്ല, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഓളൊപ്പം നല്ല ഇന്റർവ്യൂ തന്നു. ഓളൊപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് മോനെ ഇത് ആരും മീഡിയക്കാർ എന്തെല്ലോ കുത്തി പറയുന്നുണ്ട്, അതൊന്നും മൈൻഡ് ആക്കണ്ട, നീ കൊടുക്കണ്ടായിരിക്കും ഇന്റർവ്യൂ എന്ന്. അപ്പോഴത്തേക്ക് അവരാണ് ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുത്തത്.
ഇട്ടത് എൻ്റെ പോസ്റ്റ് ഇട്ടത് എൻ്റെ ആയിരിക്കും ഓന്. പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ആ വീഡിയോയിൽ വന്നിട്ട് ഈ ഇൻഷുറൻസ് വരുമ്പോൾ ഓൻ പറഞ്ഞ എന്നോട് ആ സമയത്ത് ചിന്തിക്കാനുള്ള മൈൻഡ് ഒക്കെ ഉണ്ടായിട്ടില്ല. ഓൻ പറഞ്ഞ് ആ ചെക്കൻ്റെ കാര്യം വലിച്ചിട്ടേണ്ട ആവശ്യമുണ്ടോ, അവൻ്റെ പേരൊന്നും പറയണ്ട. അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം. പിന്നെ ഞാൻ പറഞ്ഞ അന്ന് എടുത്ത ചോദ്യങ്ങൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ എന്തെല്ലാം തെളിവുണ്ട് എന്നെല്ലാം ഓന് മനസ്സിലാക്കി. അതിൽ ഇവര് കയറി കളിച്ചു. ആരൊക്കെയോ അവനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കസിൻസ് അല്ലേ, ഓനെ രക്ഷിക്കേണ്ട ഇത് എന്തെങ്കിലും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ ഈ ഫോണ്, അതായത് ഈ ചെക്കന്റെ ഫോണില്ലേ എന്റെ കയ്യിലായിരുന്നു, ഞാൻ കൊടുത്തിട്ട. അതായത് ഈ സാധനം ലീക്കായി പോകാനുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഫോണ് എന്താ പറയാ എൻ്റെ തന്നെ വെച്ച്. അപ്പം ഞാൻ എന്താ പറയാ ഈ ഒരു സംഭവം ഞാൻ കണ്ടപ്പം ഞാൻ ഓൻ്റെ ഫോൺ എടുത്തിട്ട് ഫസ്റ്റ് കുറച്ച് കാണുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് പോയിട്ട്, ഫാമിലി ആണെന്ന് മോശമല്ലേ, ഫസ്റ്റ് തന്നെ ഭയങ്കര ഇതായിട്ടുള്ള ചാറ്റിങ് അങ്ങനെയാണ്. അപ്പം ഞാൻ പോയി അങ്ങനെ ഗാലറിയെല്ലാം നോക്കുമ്പോഴാണ് എന്തൊക്കെയോ ഇതെല്ലാം കാണണ്ടേ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ആ ഫോണ് ഹൈഡാക്കി വെച്ചിട്ട് പിന്നെ എന്താ പറയുക ഓളെ വീട്ടിലെത്തി കാര്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മ ഒഴിവാക്കുന്നതെല്ലാം പറഞ്ഞ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഓള് പോകുമ്പോൾ കരഞ്ഞ് കാലുപിടിച്ച് അങ്ങനെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അത്രക്കും ഓറ് പറയും. നമുക്ക് ഭയങ്കര ബേജാറ്. കാരണം എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എല്ലാവരും മറന്നാലും വാങ്ങിൽ എനിക്ക് എന്താ പ്രശ്നം എന്തുണ്ട് പറയും, ഒന്നും പ്രശ്നമില്ല, എന്തോ എൻ്റെ മണ്ടത്തരായി പോയി, സോറി ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് എന്നോട് കാര്യമ്പോൾ എനിക്ക് മൈൻഡ് ഇതായി. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിച്ച് ചെയ്തതാണ്. പലരും പല കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഒന്നും വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന നിങ്ങൾ അവരുടെ മുഖത്തടിക്കുന്നു പറയുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ തമാശക്ക് പറയുന്നത് ചിലപ്പോൾ പല മൊമെന്റുകളായിരിക്കാം. മൂത്തടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നു എന്താ പറയുമ്പോൾ അവള് പറയുന്നുണ്ട് ഇങ്ങനെ വയലന്റ് ആവല്ലേ, അത് നിങ്ങൾ തമ്മിലുള്ള പ്രാങ്ക് വീഡിയോ അല്ലേ, ആ ഒരു പ്രാങ്ക് വീഡിയോ. അതിന്റെ ഒരു കട്ട് ചെയ്തിട്ട് ഓരോ പോർഷൻസ് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ അവന് ഉപദ്രവിക്കുമായിരുന്നു, ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റിയൽ ലൈഫിൽ ആ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അറിയാം സീരിയസ് അല്ല എന്നൊക്കെ. അത് എന്നൊരു കാര്യം പറയട്ടെ, ഞാനൊരു ദിവസം വ്ളോഗ് ചെയ്ത സമയത്ത് മേനുവിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ജസ്റ്റ് കണ്ണ് നിറഞ്ഞപ്പോ ഇങ്ങനെ കണ്ണിങ്ങനെ തുടച്ച് വ്ളോഗില് ആ തുടച്ച എന്റെ ആ കരന്റെ കട്ടെടുത്തിട്ട് ഒരു വ്യക്തി വ്ളോഗിന്റെ തമ്മിൽ കൊടുത്തേക്കണ ഇവര് ഡിവോഴ്സ് ആയി, സഫ കരഞ്ഞുകൊണ്ട് മേനാസിനെ പറ്റി പറയുന്നത് പറഞ്ഞിട്ട് ഫോട്ടോ ഉണ്ടായിട്ടേക്കണ്. ഇതേപോലെ വിശ്വസിപ്പിക്കാവുന്ന അതെല്ലാം അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഞാൻ ഇത് കാണുന്നവർക്കുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീരട്ടെ എന്ന് ചോദിച്ചിട്ടാ. ബ്രോ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ലഹരി പദാർത്ഥം സ്മോക്ക് ചെയ്യും, പിന്നെ അതന്നെ മെയിൻ സ്മോക്ക് ചെയ്യണ്ട. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് ഇഷ്ടമില്ല സ്മോക്ക്. അല്ലാതെ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അതിനോടൊന്നും ഇത് തോന്നിയിട്ടില്ല. എന്താ പറയാ നാട്ടില് മുന്നേ കല്യാണം ചെയ്യുന്നതിൽപ്പെട്ട ഫ്രണ്ട്സിന്റെ ഒക്കെ ഉണ്ടാവും ചില സമയം എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ അല്ലാതെ ഇതിന് ശേഷം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്മോക്കിംഗ് മുന്നുണ്ടായപ്പോ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതെ, പിന്നെ അത് പതിയെ കുറക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള ടൈം ഞാൻ സ്മോക്ക് ചെയ്യുന്നു. ഇവിടെ എന്നോട് പറഞ്ഞു നമുക്ക് സ്മോക്ക് ചെയ്യുന്ന എന്തോ ഇഷ്ടപ്പെടുന്നില്ല, അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പലരും പറയുന്നു കമന്റുകളിൽ വരുന്ന സാധനങ്ങളാണ് ചില ആള് പറഞ്ഞ് എന്റെ മുന്നേത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തായാലും ഒരു മാസത്തിന്റെ ഉള്ളില് സെല്ലിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ കേസുമായി ബന്ധപ്പെട്ട പോസ്കോന്റെ പോക്സോ. അപ്പൊ അതിന്റെ സെല്ലിന്റെ അകത്ത് നിൽക്കുന്ന ഒരു കുറെ ഏകദേശം ആൾക്കാർക്ക് എന്നെ അറിയാം. അപ്പൊ എല്ലാരും എന്നെ നല്ല രീതിക്ക് എന്താ പറയാ ഒരു ഞാൻ അറിയുന്ന ആള്, നിന്റെ ഫോട്ടോ എല്ലാവരും പത്രത്തിൽ വന്നൊരു ഫോട്ടോ കാണിച്ചു തരും. എന്നിട്ട് എന്നെ ഭയങ്കര നല്ല രീതിയിൽ സംസാരം ഇതാക്കും. പിന്നെ ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ മുന്നേ കാണാറുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു നീ വെറും MDMA എന്നാണ്. കാരണം എന്താ ഓന് എന്താ പറയാ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഓനിക്ക് അതിന്റെ കുറെ ലക്ഷണങ്ങൾ മനസ്സിലാവും. അതായത് ഇങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങൾ. പക്ഷെ അത് നിനക്ക് ഫുള്ളായിട്ട് ക്യാരക്ടർ ഒന്നും ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇതിന്റെ ഉള്ളിൽ നിനക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, നീ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. സോറിടാ തെറ്റിദ്ധരിച്ചില്ല, സോറി എന്നിട്ട് പറഞ്ഞു. ആ ഒരു സാധനം ചില ആളെങ്ങനെ പറയലുണ്ട്, എന്താ പറയാ നമ്മൾ ഉറങ്ങാണ്ട് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ കണ്ണു വന്നിട്ടുണ്ട് കഞ്ചാവ് എന്ന് പറയും, മുടി വളർത്തിന്റെ കഞ്ചാവ് എന്ന് പറയും. ഒരാളെ കോലം നോക്കി പറയുന്ന ആളുകളുണ്ട്. ഈ മറ്റേ ഇപ്പൊ ഈ പോക്സോ കേസ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം എന്താ? പോസ്കോ കേസ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പ്രായപൂർത്തി ആയിട്ടില്ല എന്നാണ്
ഇവര് കണ്ടെത്തിയില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടില്ലേ? അതായത് നമ്മള് ലവ് മാരേജ് അല്ലേ, അപ്പൊ നമ്മള് ലവ് ആക്കുന്ന സമയത്ത് എന്തായാലും ഏജ് കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മള് ഇതാക്കുകയോ ചോദിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ എന്താ എന്റെ ഫാദറിന്റെ അടുത്ത് ഇവളെ ഫാദർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞവര് പോലെ റിലേഷൻ ആണ്, അപ്പോൾ മാരേജിന്റെ കാര്യങ്ങളൊന്നും നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉപ്പ എതിർത്ത് ഫസ്റ്റ്. പിന്നെ കൊറേ ഉപ്പ അവിടുത്തെ പള്ളിയിലെ സെക്രട്ടറിയാ. അപ്പൊ ഉപ്പ പറഞ്ഞ പ്രായപൂർത്തിയാവാണ്ട് ഞാൻ സമ്മതിക്കില്ല. പ്രായപൂർത്തിയല്ല ആ കഥ പറയുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് എതിർത്ത് കട്ടാക്കി, ഓനെ പണിയും കൂലിയൊന്നും ഇല്ല, പിന്നെ ഇങ്ങനെ നടക്കുന്നതാണ്, ഓനെ കെട്ടിച്ച ശരിയാവുന്നാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ബൂസ്റ്റാക്കി ഉമ്മാനോടും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് ജസ്റ്റ് എന്നാല് നമുക്ക് ഒന്ന് എന്താ പറയാ ഇതാക്കി തരണോ അങ്ങനെ ഇങ്ങനെ ഞാൻ നിർബന്ധിച്ചുകൊണ്ടും അവളെ വീട്ടിൽ നിന്നും പ്രഷർ വന്നുകൊണ്ടും ഉപ്പ എന്താക്കി പോട്ട് എന്തെങ്കിലും ആക്കട്ടെ പറഞ്ഞിട്ട് ഉപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് സംഭവം, എന്താ ഇപ്പോഴേ ഞാൻ പറയാം പണി കൂലിയൊന്നും ഇല്ല, അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെ നോക്കരുത്, നമുക്കറിയില്ല, ഇപ്പൊ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ലാസ്റ്റ് ഉപ്പ വെച്ച് എത്ര വയസ്സ് വെച്ച്, അപ്പൊ അന്നേരം ഓരോന്ന് 17 വയസ്സ്. ഒരിക്കലും ഞാൻ കഴിപ്പിച്ചു തരില്ല പറഞ്ഞു, നിങ്ങൾ എന്തായാലും കഴിപ്പിച്ചു തരില്ല പറഞ്ഞു. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഓള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് എൻഗേജ്മെന്റ് റിങ് ഇട്ട് വെക്കാം, അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എന്നാലും അടിപൊളിയാണല്ലോ, അങ്ങനെ ആകുമ്പോൾ ഉറപ്പിച്ചൊക്കെല്ല ഇല്ല ആകുമ്പോൾ നമ്മൾ ഇടക്ക് കാണാനെല്ലാം പോകും. അപ്പൊ അങ്ങനെ കാണാൻ പോകുന്ന അതൊക്കെ ഒരു മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉറപ്പിച്ചാൽ കാണാൻ പോകുന്ന അർത്ഥം ഉണ്ടെന്ന് ഓളെ ഫാമിലി പറഞ്ഞു. അങ്ങനെ എന്താക്കി അത് പറഞ്ഞിട്ടാകുമ്പോൾ ഉപ്പ പറഞ്ഞു എന്നാ എൻഗേജ്മെന്റ് പോലെ ചെറിയ ഫംഗ്ഷൻ എന്തുവാണെങ്കിൽ ആക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര ദൂരമായോണ്ട് എന്താ പറയാ ഉപ്പ അങ്ങനെ ട്രാവലിങ്ങിൽ ഇതുണ്ടായില്ല. പക്ഷെ അങ്ങനെ നമ്മള് ഒരു എൻഗേജ്മെന്റ് പോലെ പിന്നെ എന്താക്കി അവര് എന്റെ വീട്ടിലേക്ക് വന്ന് അവര് ചടങ്ങ് നടത്തി പോയി. എന്നിട്ട് ഒരു കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് 18 ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും നിക്കാഹ് കഴിക്കുന്നത്. പക്ഷെ ആടെ ഫ്ലോപ്പ് പറ്റി ആ സമയത്ത് നോക്ക് 16. അത് നമ്മള് ഓളിപ്പ എന്തോ SLC അങ്ങനെ SLC ഇങ്ങനെയാണ് അത് നോക്കണ്ട ഇങ്ങനെയെല്ലാം പറഞ്ഞവര് അവരങ്ങനെ ഉപ്പാട് പറഞ്ഞു. ഞാൻ പിന്നെ ചോദിക്കാൻ നിന്നിട്ട് അവളോട് നമുക്ക് പിന്നെ ആ സമയത്ത് എങ്ങനെ അറ്റാച്ച്മെന്റ് ആയിരുന്നു മതി. പക്ഷെ ഏജ് നമുക്കൊരു ഇതുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നപ്പോ ദേഹോപദ്രവം ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും കേറുമ്പോ തന്നെ എന്താടാ കേസ് എന്ന് ചോദിക്കും. അതുപോലെ കഞ്ചാവ് MDMA ആണ്, പീഡനാണ്, ബലാത്സംഗാണെന്നെല്ലാം പറഞ്ഞാൽ അവർക്ക് നല്ലോണം അടി കൊടുത്തിട്ടേ കയറ്റില്ല. പക്ഷെ എല്ലാവർക്കും എന്റെ വൈഫാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് അത് പോസ്കോയി മാറി. അപ്പൊ എല്ലാവർക്കും അറിയാലോ, സ്വാഭാവികം. ഇപ്പൊ നമ്മളെ ഇസ്ലാം പ്രകാരം ശരിക്കും 15 വയസ്സായ നിക്കാഹ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നിയമം അങ്ങനെയല്ലല്ലോ. അപ്പോ എന്താ പറയാ ആ ഒരു ഇത് എല്ലാവർക്കും അറിഞ്ഞു. സ്വന്തം ഭാര്യയല്ലേ, സ്വന്തം ഭാര്യനെ എനിക്ക് കൊടുത്തെന്തല്ലോ ബലാത്സംഗം, ആ കുഞ്ഞ് പീഡിപ്പിച്ച് കൊറേ അതിൽ ചർത്തിന്. ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇത്രയും നാളുകളായി, ഇപ്പൊ മൊത്തം എത്ര വർഷമായി? 4 വർഷം. 4 വർഷം കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ബ്രോ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വന്നിട്ട് ഇതുപോലത്തെ കമന്റുകളൊക്കെ വരുന്നത്. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഇത് ഇപ്പോഴും വേണമെങ്കിൽ തെളിവ് സഹിതം ബ്രോയ്ക്ക് വേണമെങ്കിൽ പുറത്ത് വിടാം പല കാര്യങ്ങളും, പക്ഷെ ഇപ്പോഴും ബ്രോ അത് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും ഞാൻ എന്താ പറയാ ആരെങ്കിലും ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ചില സമയം ഇടിപ്പിച്ച മുന്നേ ബാച്ചാന്റെ പറയുന്നതും ആ വീഡിയോസ് ക്ലിപ്പിൽ നമ്മൾ സംസാരിക്കുന്നത് അതുവരെ ഇടണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇട്, നീ എന്തിനു ഇതാക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എപ്പോഴും എന്നെ പറഞ്ഞോട്ടെ, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇതാക്കണ്ട. നമ്മള് ഫാമിലി ആകുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ പേഴ്സണൽ കാര്യം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അത് എന്താ പറയാ ഒരു ഒറ്റ കാര്യം കൂടി ബ്രോ, ഇപ്പോൾ റിഫയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ജീവിച്ച് തീരുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ജീവിച്ച് തീരുന്ന ആ ഒരു പുതുമയിൽ തന്നെയാണ് ഇങ്ങനെ വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടേ. ആ ഒരാള് വന്നിട്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ ഇത്ര ആയത്. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല, മനസ്സിൽ നിന്ന് എന്തായാലും അത് പോകില്ല. കാരണം നമ്മൾ അത്രയധികം സ്നേഹിച്ചു വന്നൊരു കുട്ടിയാണ്. അത് ഞാൻ അതിൻ്റെ പേരിൽ വിഷമിച്ചവരെ ഇവള് ചില സമയം എന്താ പറയാ വിഷമിക്കാതിരിക്കാൻ ഇവള് നോക്കുന്നുണ്ട്. ഇപ്പോൾ മാക്സിമം നോക്കുന്നുണ്ട്. ഒന്നും പറയാനോ ഓർത്തെടുക്കാനൊന്നും കൂടിയില്ല. പക്ഷെ എന്നാലും നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ, പോവില്ലല്ലോ. നമ്മള് എന്താ പറയാ ഏതെങ്കിലും ഒരു മൂമെന്റിൽ ഞാൻ ഇപ്പൊ എൻ്റെ നാട് വിട്ടതേ എനിക്ക് എൻ്റെ കളങ്ങൾ, എൻ്റെ മുറ്റം, എൻ്റെ വീടിന്റെ പരിസരം കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓർക്കും. എന്തായാലും എന്താ പറയാ ചില സമയം ഒക്കെ ഒരു ഈഗോ അടിക്കൂലേ. അതുകൊണ്ട് ഞാൻ
അല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഒരുമിച്ചൊരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്, ഓർമ്മകളെല്ലാം മനസ്സിലുണ്ടാവും, പക്ഷെ അത് ചിലപ്പോൾ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളിലേക്ക് വരാൻ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്ന തന്നെയാണ് ഞാനിപ്പം. എല്ലാം മറന്ന് എന്താ പറയാ, പറയുന്നവർ പറയാ മനസ്സിലായി എന്ത് എല്ലാവരും വേറെന്തോ നാട്ടത്തിന് പറയാണ്, അവരെ മനസ്സിൽ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് പറയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഒരു കേസിൻ്റെ ഇത് വരൂലേ മാസത്തിൽ നമ്മൾ, ആ സമയത്ത് ഇവര് നമ്മൾ കറക്റ്റ് ഹാജരാവും, പോവും ഒക്കെ ചെയ്യും. പക്ഷെ ഇവര് എത്രയോ പേരെ സാക്ഷികളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഇത് പുറത്ത് പറയാൻ പാടുണ്ടോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പുറത്ത് പറയാൻ പാടില്ല, അപ്പോൾ DVSP വിളിച്ച് ചൂടാവലും ചീത്ത പറയലൊക്കെയാണ്. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി കേസും ഇതിൻ്റെ ബാക്കിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കണത്. ഈ കാര്യം സത്യം പറഞ്ഞാൽ ഇനി എന്താവും നമുക്കറിയില്ല. ഇതിൻ്റെ ബാക്കിൽ ഇനി ആൾക്കാർ വന്ന് ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യം ഇപ്പം പേര് വരെ എനിക്ക് പറയാൻ പറ്റൂലല്ലോ. എൻ്റെ മോൻ്റെ പേര് പറയാം, എൻ്റെ വൈഫിൻ്റെ പേര് പറയാൻ കഴിയില്ല. അത്രക്കും എൻ്റെ ആരും അല്ലായിരുന്നു എന്നാണ് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആക്കിയവർ. പേര് ഒന്നും പറയാം. പക്ഷെ എന്താ പറയാ, എല്ലാം പഠിച്ചോൻ കൊടുക്കട്ടെ. കർമ്മ എന്ന് പറഞ്ഞ സാധനം എന്തായാലും തിരിച്ചടിക്കാനുള്ളതല്ലേ. എന്തായാലും ബ്രദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ബ്രോ പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആണെങ്കിൽ ബ്രോ അനുഭവിച്ചേക്കുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമല്ല, വളരെ 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 ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അനുഭവിച്ചു പോകുന്ന ആ ഒരു ഇതിൻ്റെ പുറത്തെ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്കും വേണമെങ്കിൽ തിരിച്ച് തെളിവുകൾ കാണിക്കാം. കയ്യിലുള്ള തെളിവുകൾ തന്നെ കാണിച്ച് ഇതിൽ നിന്ന് നിരപരാധിത്വം തെളിയിച്ച് സമൂഹത്തിൽ നിന്നും നിയമപരമായിട്ടും ഒഴിഞ്ഞു മാറിപ്പോവാം. അത് നിയമപരമായിട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. നിയമപ്രകാരം കോടതിയിൽ എന്താ പറയാ, ഈ ഒരു കാര്യം കോടതി തമ്മിൽ പോസ്കോ എന്ന് പറയുന്നത് സ്വയം എടുക്കുന്ന കേസാണ്. അതിപ്പം ചില ആള് പ്രായപൂർത്തിയാണ്ട് ഒരു പെണ്ണും ഒരു ചെക്കനും എത്തിയിട്ട് ബീച്ചിൽ പോയാൽ അത് പോസ്കോ ആണ്. അത് ഫാമിലിക്ക് കംപ്ലൈന്റ് കൊടുത്താൽ പോസ്കോ ആയി. ആ ചെക്കൻ ഇപ്പൊ ഞാൻ സെല്ലിൽ ഒരുപാട് ചെറിയ ചെക്കന്മാർ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ ചെക്കന്മാർ, ചെറിയ 19-20 വയസ്സായ 19 വയസ്സായ ചെക്കന്മാർ. ഞാൻ പറഞ്ഞു എന്താ, ഞാൻ ജസ്റ്റ് എൻ്റെ ലവറിയും കൊണ്ട് ബീച്ചിൽ പോയത് പോസ്കോ. അങ്ങനെ ഈ പോസ്കോ എന്ന് പറയുന്നത് ഇനി രക്ഷയില്ല. സോറി. ഓക്കെ, അതേപോലെ ഒരൊറ്റ കാര്യം കൂടി, ഈ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ആരെങ്കിലും നമ്മുടെ ശത്രുവായി മാറിയിട്ടുണ്ടോ? കൂടെ നിൽക്കുന്ന പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവളെ ഫാമിലി, എനിക്ക് വേറെ അത്രയും വേണ്ടപ്പെട്ട ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ആരുമില്ല. അതിപ്പോൾ ഉള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചും കൂടെ നിന്നതും ഓളെ ഫാമിലിയാണ്. അവരെ കൂടെ തന്നെ എനിക്ക് ജീവിക്കാൻ ഇഷ്ടം. കാരണം ഓളെ ഫാദർ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര ആ ഒരു സ്നേഹം എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. ഇപ്പൊ എനിക്ക് ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. ഈ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നതല്ലേ, എല്ലാം അറിയുന്ന സംഭവങ്ങളും എല്ലാം അറിയുന്നത്. അതാണ് അത്ഭുതം. എന്നെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഏത് സ്റ്റേജിലാന്ന് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതെന്ന് വരെ അവർ ആലോചിച്ചിട്ടാ. അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ മറന്നിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ അവരെ മനസ്സ് എന്തായെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, എന്താണ് ഇനിയിപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഇനി എന്താണ് അടുത്ത പരിപാടികളൊക്കെ? ഫ്യൂച്ചറിലേക്ക് എന്ത് പരിപാടി, ഇതന്നെ നമ്മുടെ ആൽബം പരിപാടികളൊക്കെ ഒരു സൈഡിൽ കൂടി പോകുന്നു. ആൽബം അതൊരു ഫാഷനാണ്. ഈ വ്ളോഗ് കാര്യങ്ങൾ ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്നു. അത് എന്താ പറയാ, അതില് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്തൊന്നും മോണിറ്റേഷൻ ഒന്നുമില്ല, ആരും അധികം കാണുന്നില്ല. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് ഒരു വരുമാനം വരുന്നുണ്ട്. അത്യാവശ്യം ചെലവിന് പോകേണ്ടത് കിട്ടുന്നു. പിന്നെ അതുപോലെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് കാര്യം അധികം ചെയ്യുന്നത് വൈഫ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും അല്ലേ? ഗ്യാപ്പ് ഇട്ടെങ്കിൽ എനിക്കിപ്പം പഴയ പോലെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഒന്നും ഒരു ഇതില്ല. ശരി. സഫയുടെ എന്താണ് ഫ്യൂച്ചർ പരിപാടികളൊക്കെ? എന്താണ് വലിയൊരു യൂട്യൂബർ ആവാനുള്ള പരിപാടിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ സഫയുടെ ഫാമിലിയിൽ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തതാണോ എല്ലാം? ഫസ്റ്റ് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, ഇങ്ങനെ കുട്ടിയുള്ളതല്ലേ, പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറെ ന്യൂസുകളൊക്കെ ഉണ്ടായല്ലേ, അപ്പൊ അത് കുറച്ച് നെഗറ്റീവ് ഉണ്ടായി ഫസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞ് നമ്മള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ഒന്നല്ല ശരിക്കുള്ള ആൾക്കാര്, അതിലും വ്യത്യാസമുള്ള ആൾക്കാർ തന്നെയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇപ്പൊ പറയണ എന്താന്ന് പറയാ, എന്നെ പറ്റി എന്തൊക്കെയാ പറയണ, ഞാൻ കൊന്നു വരെ പറഞ്ഞിട്ടില്ലേ, ഞാൻ കൊന്നാ എന്ന് വെച്ചിട്ട്. അതോടെ ഇപ്പൊ അവർക്കൊരു മനസ്സിലായി. യൂട്യൂബിൽ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, വിട്ടുപോയി. നിങ്ങൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായി, അതെന്തായിരുന്നു സംഭവം? അത് ആൾക്കാരിങ്ങനെ ഇറക്കിയ ഞാന് എനിക്ക് കൊറേ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചറവറ വരും, അസാനിനെ പറ്റി ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, കൊറേ മെസ്സേജ്
വരുമ്പോ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ട് ആകെ ഓ അതിന്റെ തുടക്കം അവിടെ നിന്നുള്ളതേ. എനിക്ക് എന്താ പറയാ പെട്ടെന്ന് ടെൻഷനോ ഒരു വിഷമാവും. എപ്പോഴും എല്ലാരും കാണുമ്പോ അസാനു ചോദിക്കും. അപ്പൊ ഞാന് എന്താ പറയാ കാണാത്ത ഒരു വിഷമം ഓൾറെഡി കൊണ്ടു നടക്കാണ്. അതിന്റെ ഇടയ്ക്ക് അവരും ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ എല്ലാവർക്കും എടുത്തിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തിന്. അത് ഞാൻ ഉദ്ദേശിച്ചു, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല വലിയ, പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മാക്സിമം പറയാൻ ശ്രമിക്കും തെറ്റാണെങ്കിലും. പക്ഷെ അപ്പൊ ഞാനൊരു സ്റ്റോറി ഇട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ചല്ല, നമ്മള് വേറെ സെപ്പറേറ്റ് വേറെ വേറെ ആണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ സാധനം കൂടെ അവന്റെ പേര് കൂടി ചേർത്താ മതിയായിരുന്നു. പക്ഷെ ഞാൻ രണ്ടാമത് അവന്റെ പേരിട്ട് ഞാൻ അപ്പൊ കുറെ ആളിട്ട് എനിക്ക് റിപ്ലൈ തന്ന് ആര് സഫ ആണോ എന്നൊരു ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ എന്തൊക്കെ നോർമലി മേനെ സ്റ്റോറി എന്തെങ്കിലും ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ എന്നെ കാണിച്ചു തരും കറക്റ്റ് ആണോ. ആ സമയത്ത് ഞാൻ ഉണ്ടായില്ല. ഞാൻ അവിടെ ഒരു ഉത്സവം എന്താ നടന്നത്, അവിടെ ഫെസ്റ്റ്, ഒരു ഫെസ്റ്റ് അടക്കണ്ടായി. അപ്പൊ ഞാൻ ഫെസ്റ്റിന് വേണ്ടി പോയി. ആ സമയത്ത് ഒപ്പിച്ച പണിയാ അത്. ഞാൻ ഓൾറെഡി ഉണ്ടാവും കൂടെ, ഞാൻ ഇത് ഒറ്റക്ക് പോയി. അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയതാണ് ഇത്രയും വലിയ വിഷയത്തിലേക്ക് മാറിയത്. അത് അവർക്ക് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ കിട്ടിയാ പോരെ. അതെ, എന്തായാലും ഒരു എന്താ പറയാ അറിയാതെ വന്നൊരു മിസ്റ്റേക്കാണ്. നമ്മുടെ ഡിവോഴ്സ് ആയത് വരെ അതിൽ കൂടെ ഞാൻ പറഞ്ഞില്ല, എന്റെ ആ കട്ടിങ് എടുത്ത് തമ്മിലാക്കി കരഞ്ഞു എന്നൊക്കെ പറയുന്നത്. അത് ഇവള് ശരിക്കും ആ വീഡിയോയിൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോ തന്നെ ഇവള് വേറെന്തോ കാര്യം ആലോചിച്ചിട്ട് കരയാണ്. ആ സാധനം മുറിച്ചിട്ട് മേനുവിനെ പറ്റി മോശമായി സഫൻ പറയുന്നു പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുത്തു. സഫയ്ക്ക് അറിയാവുന്ന മെഹ്നു എന്താണ്? എല്ലാരെയും കണ്ണുകൂട്ടി വിശ്വസിക്കാതാണ്. അതാണ് മെയിൻ തിങ്. മെഹ്നുവിന് പറ്റിയ അബദ്ധങ്ങള് പറ്റാൻ കാരണം എന്താണ്? ഇപ്പൊ സ്വന്തത്തിന് വേണ്ടിയല്ല ജീവിക്കണ. ഇപ്പൊ കൂടെ ഇപ്പൊ എനിക്ക് എന്ത് ആഗ്രഹം അത് ചെയ്തുതരും. അമിതമായിട്ട് ഒരാൾക്ക് വേണ്ടി ആഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തതിന്റെയാണ് ഈ അനുഭവിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ അഭിനയം ഇഷ്ടമാണോ? അതാണ് ഇപ്പൊ രണ്ടുപേരും കൂടി ഇപ്പോ ഈ ഒരു ആൽബത്തിൽ തകർത്ത് അഭിനയിച്ചായിരുന്നു രണ്ടുപേരും. ഇനിയുള്ള മുമ്പോട്ടുള്ള ഇതിലും എല്ലാത്തിലും ആക്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയിപ്പോ ഈ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും പ്രൊട്ടക്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും ഫുൾ ടൈം. എന്തും നേരിടാനുള്ള തയ്യാറായിട്ട് തന്നെയാണ്. കുറച്ചു മുമ്പ് ഒരു ഡ്രാമ ഉണ്ടായിട്ടുണ്ട് ലൈഫില്, ഒരു വലിയ ഡ്രാമയാണ്. അതില് കിട്ടാത്ത എന്താണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്? അതില് കിട്ടാത്ത എന്താന്ന് പറഞ്ഞെങ്കില് നമ്മള് തമ്മിലുള്ള പ്രശ്നം രണ്ടാള് പാർട്ട്നേഴ്സ് തീർക്കണം. അതില് മൂന്നാമതൊരാള് വന്ന സീനാവും. ഇപ്പൊ ഞാനും എക്സ് ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർക്കണമായിരുന്നു. അത് മൂന്നാമത് ഫാമിലി അറിയരുതായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ നമ്മളിപ്പോ ചെറിയൊരു ഇണക്കം ഉണ്ടാവും. അതിപ്പോ അവിടെ പോയിട്ട് അവര് പാരന്റ്സ് അടുത്ത് പറയരുത്. ഇപ്പൊ ഞാനും മേനും തല്ലുപിടിക്കുന്നത് മേനും അപ്പൊ തന്നെ പോയിട്ട് ഉമ്മ അടുത്ത് പറഞ്ഞെങ്കിൽ ഉമ്മാക്ക് മോനോട് ദേഷ്യം ഉണ്ടാവൂല, എന്നോടായിരിക്കുമല്ലോ ദേഷ്യം. അതുണ്ടാവരുത്. അത് നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിൽ തീർക്കണം. അതാണ് പറ്റിപ്പോയത്. ഒരു ഡിവോഴ്സിലേക്ക് എത്താൻ കാരണം എന്താ? അത് ആലോചിക്കാൻ എനിക്ക് താല്പര്യമില്ല. അല്ല, അത്രയും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം അത് മുന്നോട്ട് നല്ല രീതിക്ക് പോവില്ല. ഫാമിലിയുമായിട്ട് സംസാരിച്ച് നോർമലി ഇപ്പൊ രണ്ടാളും ഒരു പാർട്ട്ണർ മുന്നോട്ട് നല്ല രീതിയിൽ പോകില്ല എന്ന് തോന്നിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്കും തോന്നിയ കാര്യം. ഡിവോഴ്സ് ആക്കാന്നല്ലാണ്ട് സന്തോഷം കളഞ്ഞ് കാലകാലം വെറുതെ പോകുന്ന ജീവിക്കേണ്ട കാര്യമില്ല. അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ലൈഫ് ലോങ് അങ്ങനെ നമ്മുടെ ലൈഫ് കളയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഈ എല്ലാ ഒരു ചെറിയ പല സ്ഥലങ്ങളിലും ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഫാമിലിയിൽ പറയുമ്പോൾ ഫാമിലിയാണ് കൂടുതൽ പറയാ. ഇല്ല എന്റെ ഫാമിലി അങ്ങനെ പറഞ്ഞിട്ടില്ല. പറ്റാത്തപ്പോ അവര് സപ്പോർട്ട് നിന്നിട്ടുള്ളൂ കൂടെ തന്നെ. ഞാനാണ് പിന്നെയും പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് പറ്റൂല, നമുക്ക് സംസാരിച്ച് ഒന്നുകൂടെ ഒത്തുപോവാന്ന് ഞാനാ പറഞ്ഞേക്കണ. പക്ഷെ സാഹചര്യം കൊണ്ട് ഡിവോഴ്സ്. അവളെ ഫാദറിന് എനിക്കറിയുന്നിടത്തോളം അവളെ ഫാദർ എങ്ങനെയാ വെച്ചെങ്കിൽ എന്താ പറയാ, ഇവളാണെങ്കിലും സ്നേഹം ഉള്ളിലുണ്ട്, എല്ലാം ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, എന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാല് അല്ലെങ്കിൽ പിന്നെ ഒരു ഇത് കണ്ട അപ്പൊ തന്നെ ക്ലോസ്. അതല്ലാണ്ട് ഇവളോട് അഡ്ജസ്റ്റ് ആക്കി അതാക്കാം അങ്ങനെയൊന്നുമില്ല. ബാ നീ മതി ഒഴിവാക്കിയ പറ്റാത്താണെങ്കിൽ നിർത്താൻ നല്ലത്. മക്കളായിരിക്കുമല്ലോ വലുത്. ഓക്കെ, എന്തായാലും രണ്ടുപേരും ഇപ്പൊ മൂന്നാളുണ്ട്. നമുക്ക് മൂന്നാളും കൂടിയുള്ള ലൈഫ് ഇനി മുമ്പോട്ട് പോവാണ്. വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമുക്ക് ആ മൂന്നാമത്തെ അതിഥിയും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ, നമ്മള് മൂന്നുപേരും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. മൂന്നാമത്തെ അതിഥിയുടെ പേരൊന്നും കൂടി പറഞ്ഞ് ഇവാനെ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ,
അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അതിഥി അല്ലേ? yes. ഹലോ ഹലോ ഹായ് ഹായ്. ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ? ഫസ്റ്റ് ഇന്റർവ്യൂ. അടിപൊളി. അപ്പൊ അവന്റെ വക സ്പെഷ്യൽ ടാറ്റ. ടാറ്റ. ഓക്കെ, നല്ലൊരു തുടക്കമാവട്ടെ. എന്തായാലും ആരോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്? ആരോടാണ്? ഉമ്മ. ഉമ്മ തന്നെയാണ് എപ്പോഴും എല്ലാ കുട്ടികളും. കാരണം ഇവള് ഒരു എന്താ പറയാ, നമുക്ക് അറിയുന്നിടത്തോളം ഒരു ഉമ്മമാരും ഇത്രത്തോളം അറ്റാച്ച്മെന്റ് ആവില്ല. 24 മണിക്കൂർ ഇത്തിരി കരയാൻ പെടൂല. അപ്പൊ തന്നെ കരയുന്നതിന് ഇപ്പട്ടെ പാല് കൊടുക്കും, പിന്നെ കൂടെ തന്നെ കിടക്കും. എന്റെ കൂടെ വരെ കിടക്കൂല. ആണോ? ഞാൻ ഇടക്ക് കിടക്കുമ്പോ എനക്ക് ഇടക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് കിടക്കണം എന്നാലും ജസ്റ്റ് എന്നെ ബോധിപ്പിക്കാൻ വരും. അപ്പൊ കുഞ്ഞിന്റെ അടുത്ത് പറ്റും, ഒരേ തല പൊന്തിക്കും. അത് ഇവൻ വെളുപ്പിന് എണീക്കും. അപ്പൊ നമ്മുടെ ക്രാഡിലുണ്ട്, ഓട്ടോമാറ്റിക് ക്രാഡിൽ കിടത്തുമ്പോ അത് ഹോളിലാ വെച്ചേക്കണം. അപ്പൊ ഇവന് ഒറ്റയ്ക്ക് നാടല്ലേ, അപ്പൊ എനിക്ക് ടെൻഷനാവും. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പോയി വിരിച്ചിട്ട് കിടക്കും. അപ്പൊ അവനോട് അവനവിടെ കിടന്ന് ഉറങ്ങൂല, നീ എന്തിനാ അവിടെ പോയി? എല്ലാരും കരയുമ്പോ കൊച്ചിനെ പോയി പാല് കൊടുക്കുക, അതിന്റെ ഉള്ളിൽ പോയി 24 മണിക്കൂർ ഒന്നിച്ച് തന്നെ ആർക്കും കൊടുക്കുകയും ചെയ്യില്ല കുഞ്ഞിനെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ. എല്ലാം എല്ലാം കറമാറി, എന്താ പറയാ, മറമാറി എല്ലാ സത്യങ്ങളും ഒരു ദിവസം തെളിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ മുമ്പോട്ട് പോകാം കേട്ടോ. താങ്ക് യു.